നമസ്കാരം. അർദ്ധനഗ്നരായി മുഖം മറച്ച് ശരീരമാസകലം എണ്ണ തേച്ചെത്തുന്ന കുറുവാ സംഘം മലയാളിക്കെന്നും പേടി സ്വപ്നമാണ്. കുറുവാ സംഘം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ആലപ്പുഴയിൽ ഭീതി പരത്തി ജനങ്ങളെ ഉറക്കം കെടുത്തിയ മോഷണത്തിന് പിന്നിൽ കുറുവാ സംഘമാണെന്ന് വ്യക്തമായതോടെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. അന്യസംസ്ഥാന മോഷ്ടാക്കളുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന കണക്കുകളാണ് മുഖ്യമന്ത്രി നിയമസഭയിലും അവതരിപ്പിച്ചത്. രണ്ടാം പിണറായി കാലത്ത് അന്യസംസ്ഥാന മോഷ്ടാക്കൾ പ്രതികളായ 1378 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 2021 ജനുവരി 1 മുതൽ 2024 സെപ്റ്റംബർ 29 വരെ 1378 കേസുകളാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തത് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ 1325 കേസിൽ മോഷ്ടാക്കളെ പിടികൂടി. എന്നാൽ മോഷണം മുതൽ കണ്ടെത്തിയ കേസുകൾ 1044 എണ്ണം മാത്രം. 334 കേസുകളിൽ മോഷണം മുതൽ കിട്ടിയില്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ആയുധധാരികളായ സംഘം എന്നാണ് കുറുവാ സംഘം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം. തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ഇവർക്ക് ഈ പേര് നൽകിയത്. തിരുട്ട് ഗ്രാമം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്തെ ഒരു ഗ്രാമത്തിലെ ആളുകളെയാണ് കുറുവാ സംഘം എന്ന് വിശേഷിപ്പിക്കുന്നത്. നിലവിലെ കുറുവാ സംഘത്തിൽ ഉള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നല്ല, ഒന്നോ രണ്ടോ മോഷ്ടാക്കളല്ല, മറിച്ച് വലിയൊരു സംഘം മോഷ്ടാക്കളുടെ കൂട്ടമാണിത്. കുറഞ്ഞത് 3 പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ പോകുന്നത്. മോഷണത്തെ തൊഴിലായി കാണുന്ന ജനങ്ങളാണെന്നതിനാൽ യാതൊരു കുറ്റബോധവും ഇവർക്ക് ഉണ്ടാകില്ല. പാരമ്പര്യമായും കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും എല്ലാം കൂടിച്ചേർന്നാണ് ഇവർ ഓരോ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. ആക്രി പെറുക്കിയും തുണിയും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യാനെന്ന വ്യാജേനയും പകൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഈ സംഘം പുരുഷന്മാരില്ലാത്ത വീടുകളാണ് മോഷണത്തിന് തിരഞ്ഞെടുക്കുന്നത്. ആയുധങ്ങളുമായി എത്തുന്ന സംഘം അർദ്ധനഗ്നരാകും. ദേഹമാകെ എണ്ണയും കരിയും തേക്കും. ആയുധം കാട്ടി സ്വർണവും പണവും കവരുന്നതാണ് പ്രധാന രീതി. സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണങ്ങൾ മുറിച്ചെടുക്കുവാൻ പ്രത്യേക കത്രികകളും ഇവരുടെ കൈവശമുണ്ടാകും. കമ്പും വടിയും വാളുമെല്ലാം കയ്യിൽ കരുതും. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ആക്രമണം ആരംഭിക്കുന്ന ഇവർ ഒന്നിനും മടിക്കില്ല. അടുക്കള ഭാഗത്ത് വാതിൽ തകർത്ത് അകത്ത് കയറുന്നതാണ് ഇവരുടെ രീതി. വെറും മോഷ്ടാക്കളല്ല, അക്രമകാരികളായ മോഷ്ടാക്കളാണ് കുറുവാ സംഘം. മുഖം മറച്ച ഷർട്ടും ലുങ്കിയും അരയിൽ തിരുകി നിക്കർ ധരിക്കും. കുട്ടികൾ കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കിയും ടാപ്പ് തുറന്നുവിട്ടും വീട്ടുകാരെ പുറത്തേക്കിറക്കുകയും അവരെ ആക്രമിച്ച വീടിനകത്തേക്ക് കയറി മോഷണം നടത്തുകയും ചെയ്യുന്നത് ഇവരുടെ രീതി. 18 വയസ്സ് മുതൽ 60 വയസ്സുള്ളവർ വരെ സംഘത്തിലുണ്ടാകും. ഇവരെ മോഷണത്തിൽ നിന്നും പിന്മാറ്റാൻ തമിഴ്നാട് സർക്കാർ പല ഓഫറുകളും നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പരമ്പരാഗതമായി കിട്ടിയ മോഷണ കലയിൽ നിന്നും പിന്മാറാൻ അവർ തയ്യാറല്ലായിരുന്നു. റാംജി നഗറിന് പിന്നാലെ ശിവഗംഗ, പനവടലി ചത്രം, മധുരക്കടുത്ത ചില ഗ്രാമങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും തിരുട്ടുഗ്രാമം വളർന്നു. ഒടുവിൽ നാണക്കേട് ഭയന്ന് പനവടലിയിലെ പുതുതലമുറ ഇനി മോഷണം നടത്തില്ലെന്ന് പരസ്യമായി പ്രതിജ്ഞ ചെയ്തു. പക്ഷേ തിരുട്ടുഗ്രാമങ്ങൾക്ക് തമിഴ്നാട്ടിൽ പിന്നീടും തുടർച്ചകൾ ഉണ്ടായത് ചരിത്രം. കേരള തമിഴ്നാട് അതിർത്തിയും കമ്പം, കോയമ്പത്തൂർ, മധുര, തഞ്ചാവൂർ എന്നിവിടങ്ങളിലുമെല്ലാം ഇവരുടെ താവളങ്ങളുണ്ട്. കുറുവാ സംഘത്തിന്റെ ഇഷ്ടകേന്ദ്രമാണ് കേരളം. മലയാളികളുടെ സ്വർണത്തോടുള്ള അഭിനിവേശമാണ് ഇതിന് കാരണം. നന്നായി മലയാളം അറിയുന്നവരും ഇവരുടെ കൂട്ടത്തിലുണ്ട്. മോഷണം നടത്തേണ്ട വീടുകൾ മാസങ്ങൾക്ക് മുൻപ് നിരീക്ഷിക്കും. മോഷണം ആസൂത്രണം ചെയ്താലുടൻ ദൂരെ സ്ഥലത്തേക്ക് താമസം മാറ്റും. പാലക്കാടും കോഴിക്കോടും ആലപ്പുഴയിലും എറണാകുളത്തുമെല്ലാം ഇവർ മോഷണം നടത്തിയതിന്റെ തെളിവുകൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന ഒരു മോഷണ കേസിലെ പ്രതികളെ തേടി തിരുട്ടുഗ്രാമത്തിലെത്തിയ കേരള പോലീസിനെ വരവേറ്റത് ആഡംബരം നിറഞ്ഞ മണിമാളികകളാണ്. വില കൂടിയ TV, ഫർണിച്ചർ, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയെല്ലാം എല്ലാ വീട്ടിലുമുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മോഷ്ടിക്കുന്ന കൊള്ള മുതൽ ഇവർ തുല്യമായി വീതം വയ്ക്കും. മോഷ്ടാക്കളുടെ മക്കൾ പഠിക്കുന്നത് വലിയ സ്ഥാപനങ്ങളിലും. മോഷണം മുതൽ ഒരു ഭാഗം അമ്പലത്തിൽ വഴിപാടിനായും ഇവർ ചിലവഴിക്കും. നന്ദി.